അങ്ങനെ ഇപ്പോൾ അവെഞ്ചേഴ്സും താനോസും കാങ്ങിനെ വീഴ്ത്തുവാനുള്ള കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുകയാണ്. ഇപ്പോൾ താനോസിനോട് കാങ്ങിനെ വീഴ്ത്തുവാനായി സഹായം ചോദിച്ചതും താനോസിൻ്റെ കൂടെ അവിടെ ഇരിക്കുന്നതിലും ഇഷ്ടക്കേടും ദേഷ്യവും വന്ന നമ്മുടെ ബ്രൂസ് ബാനർ നമ്മൾ എന്തിനാണ് ഈ പരട്ട താനോസിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പോകുന്നതെന്നും നിങ്ങൾക്കൊന്നും അതിനോട് യാതൊരു എതിർപ്പുമില്ലേ എന്ന് മറ്റുള്ളവരോട് ചോദിച്ചതും അപ്പോൾ തന്നെ സ്പൈഡർമാനും ക്യാപ്റ്റൻ മാർവലും ക്യാപ്റ്റൻ അമേരിക്കയും ഞങ്ങൾക്കെല്ലാവർക്കും താനോസിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതിൽ നല്ല ദേഷ്യവും ഇഷ്ടക്കേടും ഉണ്ടെന്നും പക്ഷേ ഇപ്പോൾ കാങ്ങിനെ അടിച്ചു വീഴ്ത്തണമെങ്കിൽ ദേഷ്യവും ഇഷ്ടക്കേടും മാറ്റിവെച്ച് താനോസിൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് അവരെല്ലാവരും ബ്രൂസിനോട് പറയുകയാണ്. ഇപ്പോൾ അവെഞ്ചേഴ്സിന് എല്ലാവർക്കും തൻ്റെ സഹായം വളരെയധികം ആവശ്യമുള്ളത് കൊണ്ട് തന്നെ താനോസ് കിട്ടുന്ന അവസരത്തിലെല്ലാം നല്ല രീതിയിൽ അവെഞ്ചേഴ്സിനെ കളിയാക്കുകയും കുത്തി പറയുകയും മറ്റും ചെയ്യുന്നുമുണ്ട്. അവെഞ്ചേഴ്സ് ആണെങ്കിൽ അതെല്ലാം തൽക്കാലം സഹിക്കുകയും ചെയ്യുന്നു. ഈ താനോസിന് കാങ്ങിനോട് പ്രത്യേകിച്ച് ശത്രുതയൊന്നുമില്ല. തൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളായ അവെഞ്ചേഴ്സിനോടുള്ള ചെറിയൊരു ബഹുമാനം കൊണ്ടും അഥവാ ഇഷ്ടം കൊണ്ടും മാത്രമാണ് താനോസ് കാങ്ങിനെ തോൽപ്പിക്കുവാൻ തീരുമാനിച്ചത്. മാത്രമല്ല ഈ യൂണിവേഴ്സിലെ ഏറ്റവും വലിയ ദുഷ്ടൻ എന്ന പദവി താനോസിനാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കാങ് അത് തട്ടിയെടുക്കുമെന്ന് വിചാരിച്ചത് കൊണ്ടും കൂടിയാണ് താനോസ് കാങ്ങിനെതിരെ പോരാടുവാൻ തീരുമാനിച്ചത്. അങ്ങനെ ഇപ്പോൾ അവെഞ്ചേഴ്സും താനോസും കാങ്ങിനെ വീഴ്ത്തുവാനുള്ള വഴികളെപ്പറ്റി കാര്യമായി സംസാരിക്കുകയാണ്. ഇതേസമയം അങ്ങ് അവെഞ്ചേഴ്സ് മൗണ്ടനിൽ നിൽക്കുന്ന കാങ് അവെഞ്ചേഴ്സ് എവിടെ പോയെന്ന് തല പുകഞ്ഞ് ആലോചിക്കുകയാണ്. സംഭവം അവരെ കൊല്ലാൻ സാധിക്കാത്തതിൻ്റെ ദേഷ്യത്തിലാണ് ശരിക്കും കാങ് അവിടെ നിൽക്കുന്നത്. അങ്ങനെ ഇപ്പോൾ അവെഞ്ചേഴ്സിനെ പറ്റി ആലോചിച്ചു കൊണ്ടിരിക്കെ കാങ് പെട്ടെന്ന് എന്തോ ഒരു കാര്യം കണ്ട് സന്തോഷിക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ അവെഞ്ചേഴ്സ് കാങ്ങിനെ അറ്റാക്ക് ചെയ്യുവാനായി കുറച്ച് ഷിപ്പ് അങ്ങോട്ട് അയച്ചിരിക്കുകയാണ്. അത് കണ്ടതും ഉടനെ തന്നെ അവെഞ്ചേഴ്സ് എല്ലാവരും തിരിച്ചു വരുമെന്ന് മനസ്സിലാക്കിയ കാങ് ആ ഷിപ്പെല്ലാം തൻ്റെ ബയോമെക്കാനോയിഡ്സിനെ കൊണ്ട് ഇല്ലാതെയാക്കുകയാണ്. പക്ഷെ നമ്മുടെ അവെഞ്ചേഴ്സ് മറ്റു ചില കാര്യങ്ങൾ കൂടി തീരുമാനിച്ചിരുന്നു. ഈ കാങ്ങിൻ്റെ ബയോമെക്കാനോയിഡ്സിൽ കുറേ എണ്ണം പൈലോൺസായി മാറിയിരുന്നല്ലോ. ഈ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ഈ പൈലോൺസിനെ വെച്ചാണ് കാങ് അവൻ്റെ പവർ ലോകത്ത് മുഴുവൻ എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം ആ പൈലോൺസിനെ നശിപ്പിച്ചാൽ കാങ്ങിനെ തോൽപ്പിക്കുവാൻ എളുപ്പമായിരിക്കുമെന്ന് മനസ്സിലാക്കിയ അവെഞ്ചേഴ്സും താനോസും ആ പൈലോൺസിനെ നശിപ്പിക്കുവാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും ബയോമെക്കാനോയിഡ് ആർമറും ധരിച്ചുകൊണ്ട് കാങ്ങിൻ്റെ ഒരു പൈലോണിൻ്റെ അടുത്തേക്ക് ചെന്ന് അത് നശിപ്പിക്കുവാൻ തുടങ്ങുകയാണ്. അതറിഞ്ഞതും അപ്പോൾ തന്നെ കാങ് അവെഞ്ചേഴ്സ് മൗണ്ടനിലുള്ള കുറേയധികം പവർ തൻ്റെ ബയോമെക്കാനോയിഡ്സിന് നൽകി പവർ അപ്പ് ആക്കി ഒരു പോർട്ടൽ വഴി ബയോമെക്കാനോയിഡ്സിനെ അവെഞ്ചേഴ്സിൻ്റെ അടുത്തേക്ക് കാങ് എത്തിക്കുകയാണ്. ആ ബയോമെക്കാനോയിഡ്സിനോട് പിടിച്ചു നിൽക്കുവാൻ അവെഞ്ചേഴ്സിന് സാധിക്കുന്നില്ല. ബയോമെക്കാനോയിഡ്സ് അവെഞ്ചേഴ്സിനെ കൊന്നുകളയുകയാണ്. അത് കണ്ട് കാങ്ങിന് വളരെയധികം സന്തോഷം വരുന്നു. പക്ഷേ ഇപ്പോൾ ബയോമെക്കാനോയിഡ്സ് കൊന്നിരിക്കുന്നത് ഒറിജിനൽ അവെഞ്ചേഴ്സിനെ അല്ല, അത് വെറും ബയോമെക്കാനോയിഡ് ആർമർ മാത്രമായിരുന്നു. അവെഞ്ചേഴ്സ് എല്ലാവരും താനോസിൻ്റെ ഷിപ്പിൽ ഇപ്പോഴും ജീവനോടെ നിൽക്കുന്നുണ്ട്. ശരിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ അവെഞ്ചേഴ്സ് മൗണ്ടൻ്റെ ഉള്ളിൽ കയറി കാങ്ങിനെ തോൽപ്പിക്കണമെങ്കിൽ ആദ്യം അവെഞ്ചേഴ്സ് മൗണ്ടന് ചുറ്റും കാങ് നിർമ്മിച്ചിരിക്കുന്ന ഷീൽഡ് തകർക്കണം. അപ്പോൾ ആ ഷീൽഡ് എടുത്തു മാറ്റുവാൻ വേണ്ടിയാണ് കാങ്ങിൻ്റെ ഒരു പൈലോണിനെ തൻ്റെ ബയോമെക്കാനോയിഡ് ആർമർ മാത്രം ഉപയോഗിച്ച് അവെഞ്ചേഴ്സ് അറ്റാക്ക് ചെയ്തത്. അങ്ങനെ അറ്റാക്ക് നടക്കുമ്പോൾ കാങ് ഉറപ്പായും അവെഞ്ചേഴ്സ് മൗണ്ടനിലെ പവർ ബയോമെക്കാനോയിഡ്സിന് നൽകുമെന്നും അതുവഴി അവെഞ്ചേഴ്സ് മൗണ്ടനിലെ ഷീൽഡ് ഇല്ലാതെയാകുമെന്നും അവെഞ്ചേഴ്സ് വിചാരിച്ചിരുന്നു. അങ്ങനെ ഇപ്പോൾ അവെഞ്ചേഴ്സ് വിചാരിച്ചതുപോലെ തന്നെ കാങ് ബയോമെക്കാനോയിഡ്സിനെ അവെഞ്ചേഴ്സ് മൗണ്ടനിലെ പവർ ഉപയോഗിച്ച് പവർ അപ്പ് ചെയ്തതുകൊണ്ട് അവെഞ്ചേഴ്സ് മൗണ്ടനിലെ ഷീൽഡ് ഇല്ലാതെയായിരിക്കുകയാണ്. അപ്പോൾ തന്നെ അവെഞ്ചേഴ്സും താനോസും ഒരു പോർട്ടൽ വഴി കാങ്ങിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ഇപ്പോൾ കാങ്ങിൻ്റെ അടുത്തേക്ക് എത്തിയതും നിന്നെ ഞാൻ കൊല്ലുമെന്നും പറഞ്ഞ് താനോസ് ഓടിച്ചെന്ന് കാങ്ങിനെ അറ്റാക്ക് ചെയ്യാൻ പോയതും അപ്പോൾ തന്നെ കാങ് തൻ്റെ ഗൗണ്ടിലെറ്റ് ഉപയോഗിച്ച് താനോസിൻ്റെ കഴുത്തിന് കയറി പിടിച്ച് താനോസിനെ കത്തിച്ച് ഇല്ലാതെയാക്കി വെറും അസ്ഥികൂടമാക്കി മാറ്റുകയാണ്. എന്നിട്ട് അവെഞ്ചേഴ്സിനോട് നിന്നെയൊക്കെ ഞാൻ ഇതുപോലെ അസ്ഥികൂടമാക്കി മാറ്റുമെന്ന് കാങ് പറഞ്ഞതും അപ്പോൾ തന്നെ അവെഞ്ചേഴ്സ് എല്ലാവരും കാങ്ങിനെ അറ്റാക്ക് ചെയ്യാൻ പോയതും ആരോ ഒരാൾ അവർക്ക് മുൻപേ കാങ്ങിനെ ഇപ്പോൾ അറ്റാക്ക് ചെയ്യുകയാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ ബ്ലാക്ക് പാന്തർ ആണ്. പക്ഷെ പുള്ളിക്കാരൻ ഇപ്പോൾ പഴയ ബ്ലാക്ക് പാന്തർ അല്ല, എറ്റർണിറ്റിയുടെ മെസ്സഞ്ചർ അഥവാ ഹെറാൾഡായി മാറിയാണ് ബ്ലാക്ക് പാന്തർ അവിടെ വന്നിരിക്കുന്നത്.